ഹായ് ഫ്രണ്ട്സ്, ഞാൻ രജിത അരുൺകുമാർ. ഇന്ന് കേരള പിറവി ദിനാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു പായസമാണ്. അപ്പോൾ മധുരക്കിഴങ്ങിൻ്റെ പായസമാണ് ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ പുറം ചീകണം കേട്ടോ. നന്നായിട്ട് ചീകി കളഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് പായസം ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പോൾ തൊലി ഒക്കെ ചീകി വെച്ച ഈ മധുരം കിഴങ്ങിനെ നമുക്ക് ഒന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ ചീകി വെച്ചിട്ടുണ്ട് കേട്ടോ മധുരം കിഴങ്ങ്. അപ്പം നമുക്ക് മധുരം കിഴങ്ങിൻ്റെ പായസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതേ ചട്ടി ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ മധുരം കിഴങ്ങിനെ നല്ലോണം ഒന്ന് ഇതിലിട്ടിട്ട് വാട്ടണം. നെയ്യിലിട്ടിട്ട് നെയ്യൊന്ന് ചൂട് ആവട്ടെ. അപ്പം നമുക്ക് നന്നായിട്ട് നല്ല ടേസ്റ്റായിട്ടാണ് ഈ പായസം. അപ്പം ഞാൻ ഇത് ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. നമ്മുടെ മധുരം കിഴങ്ങൊക്കെ സ്വീറ്റ് പൊട്ടറ്റൊക്കെ നോക്കിയാൽ നന്നായിട്ട് നെയ്യിൽ കിടന്നിട്ട് നന്നായി വഴന്നിട്ടുണ്ട് കേട്ടോ. എത്രയ്ക്ക് നന്നായി വഴണം അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇത് ഇപ്പുറത്തെ ഗ്യാസ് മണിക്ക് മാറ്റിയിട്ട് പായസം ഉണ്ടാക്കണ പാത്രം വെച്ചു. എന്നിട്ട് അമൂലിൻ്റെ ഗോൾഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ അരക്കപ്പ് പഞ്ചസാരയും കുറച്ച് കാഷ്നട്ട്സും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഏലക്കായ പൊടിച്ചതും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് നെയ്യിൽ വഴറ്റിയ സ്വീറ്റ് പൊട്ടറ്റോ ഈ തിളച്ച പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനിവിടെ നോർത്ത് ഇന്ത്യൻസൊക്കെ ഉണ്ടാക്കണ പായസമാണ്. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ഇവർ ഉണ്ടാക്കും. ശിവരാത്രിക്ക് ഇവർ ഉണ്ടാക്കും. ഉപവാസമൊക്കെ എടുക്കുന്നവർക്ക് കഴിക്കാനായിട്ട് ഇവരുണ്ടാക്കും. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കിക്കോളും നിങ്ങൾ. നല്ല ടേസ്റ്റാണ്. നമ്മുടെ പായസം കണ്ട തിളച്ച് കുറുതാവാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുറുതായിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് കാണാം. അപ്പം നോക്കിയാൽ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടാണ്. ഈ അളവിലെടുത്തോളം എന്താണെന്നറിയാമോ, ഇരുന്നൊന്ന് കുറുകും. അപ്പം ഞാനിത് സർവിങ് ബൗളിലേക്ക് പകർത്തട്ടെ കേട്ടോ. ഇതേ ഒരു സർവിങ് ബൗൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പായസം നോക്കിയാൽ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ കണ്ട. കുറുതായത് കണ്ട, അത് കുറുതായത് പിങ്ക് കളറായത് കണ്ട. അപ്പം ഈ അളവിലെടുക്കുക. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ നല്ല സ്വാദിഷ്ടമായ മധുരക്കിഴങ്ങിൻ്റെ ഖീറുണ്ടാക്കി പായസം ഉണ്ടാക്കി. അപ്പോൾ ഇത് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കണ പായസമാണ്. ഇവർ ഉപവാസങ്ങളിൽ ഉണ്ടാക്കണ പായസമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി.